പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കാരുണ്യവാനായ ഈശോനാഥ, ഒരു പ്രഭാതം കൂടി ഞങ്ങൾക്ക് തന്നതിനെ ഓർത്ത് ഈ പുലർക്കാലത്ത് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, പുകഴ്ത്തുന്നു. ആരാധനയ്ക്ക് ഏറ്റവും യോഗ്യനായ പരമകാരുണ്യവാനെ, ഈ നിമിഷങ്ങൾ അങ്ങയോടത്തായിരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പുതുമ നിറഞ്ഞ ഓരോ പ്രഭാതവും അങ്ങയുടെ ദാനമാണല്ലോ. ഇന്നലെ പുലർക്കാലം അങ്ങയുടെ ദാനത്തിൻ്റെ ഫലമായി ഉണ്ടായിരുന്ന പലരും ഇന്നില്ലെന്ന സത്യം ഞങ്ങൾ തിരിച്ചറിയുന്നു. ഓരോ ദിനവും അവിടുത്തെ വഴി നടത്തുന്നതിനെ ഓർത്ത് സ്തോത്രം. പിതാവേ, ഞങ്ങളുടെ ഇന്നത്തെ പ്രവർത്തനങ്ങളെ അങ്ങ് ഏറ്റെടുക്കണമേ, അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. അവിടുന്ന് ഞങ്ങൾക്കൊപ്പം ഉണ്ടെങ്കിൽ ഞങ്ങൾ മറ്റൊന്നും ഭയപ്പെടുകയില്ല. അവിടുത്തെ വത്സല ശിഷ്യനായ പത്രോസിനെ അവിടുന്ന് ധൈര്യപ്പെടുത്തിയതുപോലെ ഞങ്ങളെയും ധൈര്യപ്പെടുത്തണമേ. ഞങ്ങളുടെ ഭയത്തിന് കാരണം ഞങ്ങൾ അങ്ങിൽ നിന്നും വ്യതിചലിക്കുമ്പോഴാണെന്ന സത്യം ഞങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നു. കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ അവിടുന്ന് ഞങ്ങൾ പരിപാലിക്കുന്നുണ്ടെന്ന സത്യം ഞങ്ങൾ ചിലപ്പോഴെങ്കിലും വിസ്മരിക്കുന്നതിൻ്റെ പരിണിത ഫലമാണ് ഈ അധൈര്യം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഓ എൻ്റെ ഈശോയെ, അവിടുത്തെ കൂടെയായിരിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് ചൊരിയണമേ. പലപ്പോഴും ലോക പാപാന്തകാരത്തിലേക്ക് ഞങ്ങൾ വീണു പോകുന്നു. സാത്താൻ്റെ പ്രലോഭനത്തിന് അടിമപ്പെട്ടു പോകുന്നു. തിന്മ പ്രവർത്തിക്കുന്നു. വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഞങ്ങൾ അധമ വിചാരത്തിന് അടിമപ്പെട്ടു പോകുന്ന നിരവധി സന്ദർഭങ്ങൾ ഞങ്ങൾക്കുണ്ടാകുന്നു. പിതാവേ, അവയെ അതിജീവിക്കാനുള്ള മനോധൈര്യം ഞങ്ങൾക്ക് പകരണമേ. ഞങ്ങളുടെ വിചാരവികാരങ്ങളെ അങ്ങയുടെ തിരുഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. അവിടുത്തെ തിര രക്തത്താൽ ഞങ്ങളുടെ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ അവിടുന്ന് കഴുകി വിശദീകരിക്കണമേ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങൾ നേർവഴിക്ക് നടത്തുന്ന അവിടുത്തെ പരമകാരുണ്യത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. എത്ര സ്തുതിച്ചാലും അവിടുത്തെ അനുഗ്രഹങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ ഒന്നുമല്ല. വെറുമൊരു പുൽക്കൊടിക്ക് തുല്യമായ ഞങ്ങളുടെ പ്രാണനെ അവിടുന്ന് പരിപാലിക്കുന്നതോർത്ത് ഞങ്ങൾ എത്ര സ്തുതിച്ചാലും മതി വരില്ല എന്ന സത്യം ഞങ്ങൾ ഹൃദയത്തിൽ ഗ്രഹിക്കുന്നു. എൻ്റെ ഈശോനാഥ, ഞങ്ങളുടെ ഇന്നത്തെ പ്രവൃത്തികളെ വിശദീകരിക്കണമേ. അവിടുത്തെ തിരുരക്തത്താൽ കഴുകി ശുദ്ധീകരിക്കണമേ. സ്തുതിക്ക് ഏറ്റവും യോഗ്യനായ ഈശോനാഥ, ഇന്നേ ദിവസം അനേകം മക്കൾ നിരവധിയായ രോഗങ്ങളാൽ, അപകടങ്ങളാൽ അനേകം ആശുപത്രികളിൽ കഴിയുന്നു. അവരുടെ രോഗാവസ്ഥയെ അവിടുന്ന് അനുതാപപൂർവ്വം കാണണമേ. വേദനയിൽ ആശ്വാസം നൽകണമേ. അനേകം മക്കൾ നിരാശയാൽ ആശുപത്രികളിൽ മാരകമായ രോഗപീഠകളാൽ വലയുന്നു. അവരെ തൊടണമേ, സൗഖ്യപ്പെടുത്തണമേ. രോഗികൾക്കാണ് വൈദ്യൻ്റെ ആവശ്യം എന്ന് അങ്ങ് അരുൾ ചെയ്തിട്ടുണ്ടല്ലോ. വൈദ്യനായ അങ്ങയുടെ ഒരു കരസ്പർശനത്തിന്, ഒരു നോട്ടത്തിനായി അവർ കാത്തിരിക്കുന്നു. അവരുടെ മധ്യത്തിലേക്ക് കടന്നു ചെല്ലണമേ, തൊടണമേ, സൗഖ്യപ്പെടുത്തണമേ. അവരുടെ പാപപീഠകളെ ഓർത്ത് അവിടുന്ന് ഇടപെടാതെ ഇരിക്കല്ലേ നാഥ. ഇന്നേ ദിവസം അനേകം രോഗികൾ സർജറിക്കായി കാത്തിരിക്കുന്നു. അവരെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. അവരുടെ ശസ്ത്രക്രിയയെ അവിടുന്ന് ഏറ്റെടുക്കണമേ. പിതാവേ, ഞങ്ങളെയും കുടുംബത്തെയും സമൂഹത്തെയും അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കുന്നു. ഓരോ അംഗങ്ങൾ തമ്മിലുള്ള പരസ്പര സ്നേഹവും വിശ്വാസമാണ് കുടുംബ ബന്ധത്തിൻ്റെ കാതൽ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഓരോ കുടുംബത്തെയും അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും അവരുടെ കുടുംബങ്ങളെയും ഈ കൂട്ടായ്മയിലേക്ക് സമർപ്പിക്കുന്നു. യേശുവിൻ്റെ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കുന്നു. ഓരോ ഹൃദയങ്ങളെയും സ്പർശിക്കണമേ. അവിശ്വാസവും വഞ്ചനയും കപടതയും ഞങ്ങളിൽ നിന്നും അകറ്റിക്കളയണമേ. ഓരോ കുടുംബവും നവീകരിക്കപ്പെടുവാൻ കർത്താവായ യേശുവെ അവിടുന്ന് കുടുംബത്തെ നവീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ജീസസ്, പ്രൈസ് യു ജീസസ്, പ്രൈസ് യു ജീസസ്. വരണമേ, ഞങ്ങളെ വന്നു നിറയണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളെ ഒരു പുതു സൃഷ്ടിയായി മാറ്റണമേ, ഏറ്റെടുക്കണമേ. ഹാലേലൂയ, 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 ഹാലേലൂയ. ഓ എൻ്റെ കാരുണ്യവാനായ ദൈവമേ, അങ്ങേക്ക് ഞങ്ങളെ പൂർണ്ണമായും സമർപ്പിക്കുന്നു നാഥ. ഞങ്ങൾ മുഴുവനായും ഈശോയെ, എൻ്റെ ഈശോയെ, ഞങ്ങളുടെ ഈ കൂട്ടായ്മയെ തൊടണമേ. അവിടുത്തെ നാമത്തിൽ 2-3 പേർ കൂടുന്നിടത്ത് അവരുടെ മധ്യേ അങ്ങ് ഉണ്ടെന്നരുൾ ചെയ്ത നാഥ, ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരണമേ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ, കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. ഓ നിർമ്മലനായ പിതാവേ, അവിടുത്തെ സമീപം ഞങ്ങളിപ്പോൾ ആവശ്യപ്പെടുന്നു. ഇറങ്ങി വരണമേ. ഞങ്ങളുടെ മധ്യത്തിൽ അവിടുത്തെ സാന്നിധ്യം വ്യക്തമാക്കണമേ. പ്രൈസ് ദി ലോർഡ്,
പ്രൈസ് ദ ലോർഡ് ജീസസ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അവിടുത്തെ അഭിഷേകം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ അന്ധകാര നാരകീയ ശക്തികളെയും തച്ചുടയ്ക്കണമേ. പൈശാചിക ബന്ധനങ്ങൾ ഞങ്ങളിൽ നിന്നും അഴിഞ്ഞു പോകട്ടെ, കൊഴിഞ്ഞു പോകട്ടെ. അവിടുത്തെ തിരു രക്തത്താൽ ഞങ്ങളെ തൊടണമേ, അനുഗ്രഹിക്കണമേ. സാത്താൻ്റെ പ്രവർത്തനങ്ങളെ എന്നേക്കുമായി ഞങ്ങളിൽ നിന്നും വിട്ടുപോകട്ടെ, വിട്ടുപോകട്ടെ, വിട്ടുപോകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ബ്ലെസ് അസ്, ബ്ലെസ് അസ്. പ്രൈസ് യു ജീസസ്, പ്രൈസ് യു ജീസസ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ലെറ്റ് us pray to ജീസസ്. ഞങ്ങളെ സ്പർശിക്കണമേ. ഞങ്ങളുടെ കൂട്ടായ്മയെ അവിടുന്ന് കാരുണ്യപൂർവ്വം അനുഗ്രഹിക്കണമേ, വഴി നടത്തണമേ. ഈ പുലർക്കാലത്ത് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇന്നേ ദിവസം അവിടുത്തെ തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഓരോ പ്രവൃത്തിയിലും വിചാരത്തിലും അവിടുന്ന് ആശീർവദിക്കണമേ. ഞങ്ങളുടെ ജോലികളെ അവിടുന്ന് വിശദീകരിക്കണമേ. പ്രവർത്തന മേഖലകളെ അവിടുന്ന് ഏറ്റെടുക്കണമേ. ഓരോ പ്രവൃത്തിയിലും അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾ ആവശ്യപ്പെടുന്നു. നൽകണമേ, അനുഗ്രഹിക്കണമേ. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. സ്തോത്രം, സ്തോത്രം. ദൈവമേ, ദൈവമേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവായ യേശുവേ, അവിടുത്തെ മുമ്പിൽ ഞങ്ങൾ ഒന്നുമല്ലല്ലോ യേശുവേ. അവിടുന്ന് ഞങ്ങളെ നവീകരിക്കുന്നെങ്കിൽ ഞങ്ങൾ ആ വഴിയിലൂടെ നടക്കുവാൻ, അവിടുത്തോടൊപ്പമായിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രത്യേകമായി ഞങ്ങൾ സമർപ്പിക്കുന്ന ഞങ്ങളുടെ ഈ നിയോഗങ്ങളെ ഇവിടെ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ചൊരു നിമിഷം കർത്താവിൻ്റെ മുമ്പിൽ ആയിരിക്കാം. കർത്താവായ യേശുവെ, ഞങ്ങൾ ഇപ്പോൾ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളും കർത്താവ് യേശുവിൻ്റെ തിരുഹൃദയത്തിലേക്ക് ചേർത്തിരിക്കുന്ന അവിടുത്തെ രക്താൽ കഴിക്കാവേ, വിശുദ്ധീകരിക്കണമേ. ഞങ്ങളിലേക്ക് കൃപ ചൊരിയണമേ. കർത്താവ് യേശുവെ, ഞങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ നിയോഗങ്ങളുമേൽ കർത്താവെ നിൻ്റെ തിരുഹിതം വ്യക്തമാക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകമറിയത്തു നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് ഇരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. മഹത്വം, പുകഴ്ചയും ബഹുമാനവും അങ്ങേക്ക്. ആമേൻ.